welcome back to my channel Cast Vlogs ന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് ഫ്രം മുംബൈ. എന്താ പറയുക, ഇന്ന് നമ്മൾ പോകുന്നത് മുംബൈ ടു സൂറത്താണ്. സൂറത്ത് ഇവിടെ നിന്ന് ഒരു 280 കിലോമീറ്ററോളം ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന റൂമിന്. സോ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഫുള്ള് ടയേർഡ്നെസ്സാണ്. ഇന്നലെ മഴയൊക്കെ നനഞ്ഞിട്ട് വയ്യാണ്ട് വന്ന് കയറി. സോ ടയേർഡായിരുന്നു ഇന്നലെ, ഫുള്ള് ആക്ച്വലി നല്ല തലവേദനയായിരുന്നു. ഇന്നലെ ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. സോ ഇന്ന് എന്താ പറയുക, പോകുന്ന വഴി എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം എടുക്കാൻ ശ്രമിക്കാം. ആക്ച്വലി ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ റൂം ബുക്ക് ചെയ്ത് പോയി ഓൾറെഡി എല്ലാം സെറ്റാക്കി പോയതിൻ്റെ പേരിൽ മാത്രം അങ്ങനെ ഇറങ്ങുകയാണ്. രാവിലെ ഇവിടെ ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. എല്ലായിടത്തും പോകുന്നിടത്തെല്ലാം മഴയെന്നാണ് കേട്ടത്. നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. സോ നമുക്ക് വരുന്ന വീഡിയോകളായിട്ട് കാണാം. സോ സ്റ്റേ ട്യൂൺ. ഗുജറാത്തിലെ സൽവാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത്യാവശ്യം ടൗണാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു നമുക്ക് 115 കിലോമീറ്റർ ഉണ്ട് സൂറത്ത്. ഇത് സൽവാവ് എന്ന് പറയുന്ന ഒരു ടൗണാണ് ഗുജറാത്തിൽ. നമ്മളിപ്പോൾ ഗുജറാത്ത് കയറിയിട്ടുണ്ട്. ബഗ്വാഡ ടോൾ പ്ലാസയാണ് ഗുജറാത്ത്. എൻ്റർ ചെയ്ത് കയറുമ്പോൾ ഫസ്റ്റ് ടോളാണിത്. പക്ഷെ മഴക്കാറുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോകണമില്ല. നമ്മൾ ഡ്രൈവ് ത്രൂ വഴിയിൽ കണ്ടപ്പോൾ നിർത്തിയതാണ്. കഴിക്കാൻ ഇറങ്ങിയ ഞങ്ങൾ ബർഗർ കിങ്ങാണിത്. എങ്ങനെയാന്ന് ഇവിടെ നിന്ന് കഴിച്ചിറങ്ങി ബർഗർ കിങ്ങിൽ നിന്ന് ഇറങ്ങുവാണ്. മഴക്കോളുണ്ട്. മഴ പെയ്താൽ പണി കിട്ടും. സോ മഴയ്ക്ക് മുമ്പ് എത്തണം. ഒരു 100 കിലോമീറ്റർ ഇനിയുണ്ട് ഇവിടുന്ന്. ഞാനിപ്പോൾ ബോറിയാച്ച് എന്ന് പറഞ്ഞൊരു ടോൾ പ്ലാസയിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ 50 കിലോമീറ്റർ ഉണ്ട് ഇനി പോകാൻ.
അത്യാവശ്യം മഴയൊക്കെ നല്ല കറുത്ത് കിടക്കുന്നുണ്ടോ, ആകാശമൊക്കെ നല്ല കറുത്തിരുണ്ട് കിടക്കുന്നുണ്ട്. മഴ തോന്നുന്നുണ്ട് ഇവിടെ കാരണം ബോറിയാച്ച് എന്ന് പറഞ്ഞ ടോൾ പ്ലാസയാണ് ബോറിയാച്ച്. സോ അവിടെ നിന്ന് പോവുകയാണ്. മഴ കറുത്തിരുണ്ട് കിടക്കുന്നുണ്ടല്ലേ. അതുമല്ല ഞാൻ ഇപ്പോൾ ഡ്രൈവ് ത്രൂവിൻ്റെ അവിടെ നിർത്തിയപ്പോൾ എനിക്കൊരു കുട്ടി ഒരു കിറ്റ്കാറ്റൊക്കെ പ്രസൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ മാസം എങ്ങാണ്ട് ഹിമാചലിൽ പോയിട്ട് വന്നതാണ്. സോ സേഫായിട്ട് പോയി പോകാമെന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ട് ഒരു കിറ്റ്കാറ്റൊക്കെ തന്നു കുട്ടി. സന്തോഷമായി. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, നല്ല കാലാവസ്ഥ മാറുകയാണ്. താണ്ടില്ലേ, നല്ല കാറ്റൊക്കെ ഉണ്ട്. വാ 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 നല്ല കാറ്റാണ്, കണ്ടില്ലേ? വാ വാ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, നല്ല കാറ്റാണ്. ചേട്ടന്മാർ റോഡാണ് പാവം. നല്ല കാറ്റാണ്, അത്യാവശ്യം നല്ല കാറ്റ്, നല്ല മഴയാണ്. അവിടെ നിന്ന് പോവാണ്. സോ ഭൂമി എത്തിയിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നു. ബൈ ഗൈസ്. നമ്മുടെ വണ്ടി ഞാനിന്ന് ഫുള്ള് പാക്ക് ചെയ്തിട്ടേക്കുവാണ്. കാരണം ഇവിടെ പാർക്കിങ് റോഡ് സൈഡിലാണ്. സോ നമ്മുടെ ബൈക്ക് ഫുള്ള് കവേർഡാക്കി ഇട്ടിട്ടുണ്ട്. തിങ്സൊക്കെ മേളിൽ കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ ഹോട്ടൽ എൻട്രൻസ് വരിക. ഇതാണ് നമ്മുടെ ഹോട്ടലിലെ താഴത്തെ വ്യൂ ഉണ്ടല്ലേ, റിസപ്ഷനാണ്. ഇത് ഇവിടെ കഫറ്റേരിയയാണ്. നമ്മുടെ റൂം നമ്പർ 101 ഫസ്റ്റ് ഫ്ലോറിൽ. ലിഫ്റ്റും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോർ വരെ നമുക്ക് സ്റ്റെപ്പും യൂസ് ചെയ്ത് പോവാം. അത്യാവശ്യം നല്ല നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടല് ചെറിയ ഹോട്ടലാണ്. എന്താ പറയുക, റൂം ചെറിയ റൂമാണ്. അത്യാവശ്യം ചെറിയ റൂമാണ്, ഒരാൾക്ക് തങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ റൂം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നീറ്റാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ, വേറെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. മാക്സിമം ഞാൻ നാളെ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് സൂറത്തും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. അവിടെ എന്തൊക്കെയുള്ളത്. ഇവിടെ ഒരു രക്ഷയില്ല, നമ്മൾ പോകുന്നിടത്തൊക്കെ നല്ല മഴയാണ്. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ. വൈകിട്ട് ഒരു 3 മണി കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പ്ലോർ എന്താ പറയുക, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ മഴയാണ്. ഇന്ന് ഞാൻ മഴയില്ല എന്ന് നിങ്ങളത് പറഞ്ഞിട്ട് കുറച്ചൊരു 10 മിനിറ്റ് അങ്ങോട്ട് പോയപ്പോൾ എടുത്ത് അപ്രതീക്ഷിതമായിട്ടെടുത്ത് വീഴ്ത്തി. സോ മഴ മാത്രമല്ല, ഇന്ന് നല്ല മേഘമൊക്കെ നല്ല കറുത്ത് ഇരുണ്ട് കിടന്ന് നല്ല ഒരു കൊടുങ്കാറ്റിൻ്റെ ഒരു അവസ്ഥ. നല്ല കാറ്റായിരുന്നു, അത്യാവശ്യം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഇവിടെ എത്തി ഇപ്പോൾ. സോ സൂറത്തിലാണ് ഉള്ളത്. ഇനി നാളെ എന്തായാലും പറ്റത്തില്ല. മറ്റന്നാൾ ഞാൻ ഇവിടെ നിന്ന് അഹമ്മദാബാദ് പോവും. അഹമ്മദാബാദ് ഇവിടെ നിന്ന് 280 കിലോമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അജ്മീറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വേറൊന്നുമില്ല ഗൈസ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കാതെ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത് നമുക്ക് ലൈക്കും വ്യൂസൊക്കെ തീരെ കുറവാണ്. കുഴപ്പമില്ല, അത് കൂടും, അതിന് കുഴപ്പമുണ്ട്. നമ്മളതിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ സോളോ റൈഡാണ്, അറിയാമല്ലോ. മാക്സിമം ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്. പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കലും അത്
നിർത്തി ആ ഒരു എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു സോളോ ട്രിപ്പിൻ്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ട്. അത് നിങ്ങൾക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അതെല്ലാം മനസ്സിലാക്കി പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് തന്നെ വേറെ ഒന്നും പറയാനില്ല. സോ ഗുഡ് നൈറ്റ്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നാളെ തന്നെ സൂറത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് സീ യു. ഗുഡ് നൈറ്റ്. ബൈ.